കാലം നമ്മെ ഏറെ ആശയക്കുഴപ്പത്തിലാക്കുന്നതും തെറ്റിദ്ധരിപ്പിക്കുന്നതും ശരീരത്തെയും ജെൻഡറിനെയും സെക്ഷുവാലിറ്റിയെയും സംബന്ധിച്ചാണ്. പാപം ഇന്ന് നമ്മെ അടിമപ്പെടുത്താൻ ശ്രമിക്കുന്നതും ഇതേ ശരീരത്തിൻ്റെ ബലഹീനതകളിലാണ്. വിശ്വാസവും ശാസ്ത്രവും ഒരുപോലെ പരീക്ഷിക്കപ്പെടുമ്പോൾ സത്യം അത് നമ്മൾ അറിഞ്ഞേ തീരൂ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാം വചനം ഇപ്രകാരം പറയുന്നു: നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അതെ, ഇതൊരു യാത്രയാണ്. എൻ്റെയും നിങ്ങളുടെയും ചോദ്യങ്ങളിലൂടെയും സംശയങ്ങളിലൂടെയുമുള്ള ഒരു യാത്ര. നമ്മുടെ ജീവിതത്തെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചും ഉള്ള ഒരു സത്യാന്വേഷണ യാത്ര. ഷാലോം ടിവിയിൽ സംപ്രേഷണം ചെയ്യപ്പെട്ട തിയോളജി ഓഫ് ദ ബോഡി അഥവാ ശരീരത്തിൻ്റെ ദൈവശാസ്ത്രം എന്ന പരമ്പരയുടെ 2-ാം ഭാഗമാണ് ഇന്ന് ഇവിടെ ആരംഭിക്കുന്നത്. ഈ 2-ാം ഭാഗത്തിൽ നമ്മേറെ ഫോക്കസ് ചെയ്യുന്നത് ജെൻഡർ ഐഡിയോളജി അഥവാ ലിംഗപ്രത്യയശാസ്ത്രം എന്ന വിഷയത്തെക്കുറിച്ചാണ്. എല്ലാവരും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നതും എന്നാൽ അറിവ് പരിമിതവുമായ ഒരു വിഷയം. ഈ വിഷയത്തിൽ ശരിയായ അറിവ് നമുക്ക് പകർന്നു നൽകുന്നതിനായി നമ്മോടൊപ്പം ചേരുന്നത് TOB ഫോർ ലൈഫ് എന്ന മിനിസ്ട്രിയുടെ ഫൗണ്ടർ ഡയറക്ടറും തിയോളജി ഓഫ് ബോഡിയുടെ ഇൻ്റർനാഷണൽ റിസോഴ്സുമായ ബാബു ജോൺ സാറാണ്. കത്തോലിക്ക സഭയുടെ ആധികാരികമായ പഠനങ്ങൾ നിരത്തി സാർ ഇന്ന് നമ്മുടെ സംശയങ്ങളെല്ലാം മാറ്റിത്തരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ സമൂഹത്തെയും ഇന്നത്തെ യൂത്തിനെയും റെപ്രസെൻ്റ് ചെയ്ത് നമ്മുടെ കൂടെ റിയ ഉണ്ട്. ഈ യാത്രയിൽ നിങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ സർ, ഞാൻ ആദ്യമായിട്ട് റിയയോട് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പഠന പരമ്പര നമുക്ക് ആരംഭിക്കാം. ഞാനിപ്പോൾ ഉപയോഗിച്ച ഒരു ടെർമിനോളജി ഉണ്ടല്ലോ, ഒരു പദപ്രയോഗം എന്നൊക്കെ പറയും, ജെൻഡർ ഐഡിയോളജി. എനിക്കറിയാം ഇന്നത്തെ യൂത്തിന് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും അല്ലെ എപ്പോഴെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഈ ജെൻഡർ ഐഡിയോളജി എന്ന് പറയുന്നൊരു ടേമിനെ റിയ എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്? തീർച്ചയായും ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കേട്ടുവരുന്ന വാക്കുകളാണ് ഈ ട്രാൻസ്ജെൻഡർ, ജെൻഡറിസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അത് യൂത്തിൻ്റെ ഇടയിലും സമൂഹത്തിൻ്റെ ഇടയിലും ഒക്കെ ഒരുപാട് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ പ്രത്യേകമായിട്ട് യൂത്തിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങളുടെ ചർച്ചാ വിഷയങ്ങളിലൊക്കെ കടന്നു വരുന്ന ഒരു ടേമാണ് ഈ പറയുന്ന ജെൻഡറിസം കാര്യങ്ങളൊക്കെയും. അപ്പോൾ അതൊരു കൺഫ്യൂസ്ഡ് ആണ് ശരിക്കും. എല്ലാ യൂത്തും സമൂഹവും എല്ലാവരും തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ചില ടേംസ് ആണ് ഇതൊക്കെ. അതെ സർ, ഞാൻ റിയ ഉപയോഗിച്ച ആ വാക്ക് ഉപയോഗിക്കാം, കൺഫ്യൂഷൻ അല്ലേ. നമുക്ക് ശരിക്കും ഇന്ന് നിലനിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്ന ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റില്ല. ഇത് ശരിക്കും യുവജനങ്ങളുടെ മാത്രമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകർ പോലും ഇന്ന് കൺഫ്യൂസ്ഡ് ആണ്. കുട്ടികൾ പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട് അധ്യാപകരോട്, അല്ലെങ്കിൽ ഫെയ്ത്ത് ഫോർമേഷൻ ടീച്ചേഴ്സിനോട്. അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് വേണ്ടത് ക്ലാരിറ്റിയാണ്. പക്ഷേ ഈ ക്ലാരിറ്റിക്ക് പറ്റിയ റിസോഴ്സസോ അതിന് നമുക്ക് ശരിയായിട്ടുള്ള ഉത്തരം തരുന്ന റിസോഴ്സസൊക്കെ വളരെ കുറവാണ്. കാരണം സെക്യുലർ കൾച്ചറിൽ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് സെക്യുലർ വേ ഓഫ് എക്സ്പ്ലനേഷനാണ് കിട്ടുന്നത്. അപ്പം ഞാൻ ഈ അടുത്ത സമയങ്ങളിൽ നമ്മുടെ തിയോളജി ദ ബോഡി കോൺഫറൻസിൽ യൂത്തിനോട് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ സെക്യുലർ ഐഡിയ പറയുന്ന അതേ ആശയങ്ങളാണ് അവരും പഠിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ദൈവം തന്നിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് ഷാലോം ടി വിയിലൂടെ ഈ എപ്പിസോഡുകൾ നമ്മളെ തിയോളജി ദ ബോഡിയുടെ 2ാമത്തെ ലെവലിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങേയറ്റം നമുക്ക് എല്ലാവർക്കും വേണ്ടത്ര ആവശ്യമുള്ള ഈ എപ്പിസോഡുകളുടെ ഒരു പഠന പരമ്പര നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയാണ്. അതിന് നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ മുന്നോട്ടുള്ള നമ്മുടെ യാത്രയിൽ ആതിര പറയുകയുണ്ടായാൽ ഇതൊരു സത്യത്തെ തേടിയുള്ള ഒരു യാത്രയാണ്. ശരിക്കും വളരെ കറക്റ്റായിട്ടാണ് പറഞ്ഞത്. നമ്മുടെ ശരീരത്തിന് ഒരു ദൈവശാസ്ത്രമുണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള നമ്മുടെ ശരീരത്തിൻ്റെ സങ്കീർണമായ ഈ ഒരു ശാസ്ത്രത്തെ, ദൈവശാസ്ത്രത്തെ തേടിയുള്ള ഒരു അന്വേഷണ യാത്രയാണ് നമ്മുടെ ഈ പഠന പരമ്പര എന്ന് പറയുന്നത്. ഇത് വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് കേട്ടോ. നമ്മൾ ജെൻഡർ ഐഡിയോളജിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ബേസിക് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ഈസ് ജെൻഡർ ഐഡിയോളജി? തീർച്ചയായിട്ടും
ജെൻഡർ ഐഡിയോളജി അല്ലെങ്കിൽ നമ്മളതിനെ ലിംഗ പ്രത്യയ ശാസ്ത്രം എന്നൊക്കെ മലയാളത്തിൽ പറയുന്നു. ജെൻഡർ ഐഡിയോളജി നമ്മൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജെൻഡറിനെ, മനുഷ്യരുടെ ജെൻഡറിന് സംബന്ധമായിട്ടുള്ള എല്ലാ വിശ്വാസങ്ങളെയും അതിൻ്റെ കുറേ പഠനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കുറേ ആശയങ്ങൾ, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഐഡിയോളജിയാണ്. അതൊരു അംബ്രല്ല ടേമാണ് ഈ ജെൻഡർ ഐഡിയോളജി എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഒരുപാട് മറ്റു കാര്യങ്ങൾ ഇൻവോൾവ് ആണ്. അപ്പോൾ അത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് മനസ്സിലാകാൻ പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നോക്കിയാൽ മതി. നമ്മുടെ ജെൻഡറുമായി ബന്ധപ്പെട്ട എല്ലാ ആശയങ്ങളും സെക്യുലർ കൾച്ചർ വളരെ വ്യക്തമായിട്ട് ഒരു ഐഡിയോളജിയായി നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. യെസ് സർ, ഇപ്പോൾ പറഞ്ഞു വെച്ച ഒരു കാര്യം, ശരിക്കും ജെൻഡർ ഐഡിയോളജി എന്ന് പറയുന്നത് ജെൻഡർ സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഒരു കുടക്കീഴിൽ വരുന്നതാണ് അല്ലേ? അതിനോട് ചേർത്ത് വെക്കുന്ന ഒരു ടേമാണ് സെക്സ് അല്ലേ? ജെൻഡറും സെക്സും എപ്പോഴും റിലേറ്റഡ് ആയും അല്ലെ കോംപ്ലിമെൻ്ററി ആയും ഒക്കെ ഒന്നിനോട് ചേർന്ന് കിടക്കുന്ന പോലെയാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. പക്ഷെ എൻ്റെ അറിവ് എത്ര വാസ്റ്റ് ആണെന്ന് എനിക്കറിയില്ല. റിയയ്ക്ക് എങ്ങനെയാണ് ഈ രണ്ട് ടേംസിനെ പറ്റി തോന്നുന്നത്? ഈ രണ്ട് ടേംസ് അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിലോട്ട് കടന്നു വരുന്നത് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഫില്ല് ചെയ്തിരിക്കുന്ന ഫോംസ് ഒക്കെയാണ്. അവിടെ ഈ പറയുന്ന രണ്ട് ടേംസും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് എന്നുള്ളൊരു ശരിക്കും ഒരു കൺഫ്യൂഷനാണ്. അതിപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ലാതെ നിൽക്കുന്ന ഒരു ഭാഗമാണ് ഞങ്ങൾ. ഓക്കെ, എനിക്ക് തോന്നുന്നത് നമ്മൾ സെക്സും ജെൻഡറും, അപ്പോൾ ജെൻഡർ ഐഡിയോളജിയുടെ തന്നെ ഒരു ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു ആശയം എന്ന് പറയുന്നത് ബയോളജിക്കൽ സെക്സിൽ നിന്ന് ജെൻഡറിനെ സെപ്പറേറ്റ് ചെയ്ത് സെക്യുലർ കൾച്ചർ കാണിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ ഈ പറയുന്നത് മുഴുവനും നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനാണ്. കാരണം നിങ്ങൾ പറഞ്ഞു കൺഫ്യൂഷനാണ്, നിങ്ങൾക്ക് പല കാര്യങ്ങളും അവ്യക്തതയുണ്ട്. അപ്പം നമ്മുടെ ചുറ്റുമുള്ള പ്രശ്നങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞെങ്കിലേ അതിനുള്ള സൊല്യൂഷനിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പം ആദ്യത്തെ കുറേ എപ്പിസോഡുകൾ നിങ്ങളൊരു പക്ഷേ ഇതെല്ലാം നമ്മൾ എക്സ്പോസ് ചെയ്ത് എന്താണ് നമ്മുടെ ചുറ്റും നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു കൃത്യമായ ഒരു ആശയം ഒരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പോഴേ ഇതിൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള അവരുടെ ഒരു തിയറി എന്ന് പറയുന്നത് ബയോളജിക്കൽ സെക്സ് നമ്മൾ പേരൻസിൽ നിന്ന് ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ഒന്നുകിൽ ആണായിരിക്കുന്ന അല്ലെ പെണ്ണായിരിക്കുന്ന ആ ഒരു ബയോളജിക്കൽ സെക്സും ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ അടുത്തുള്ള എപ്പിസോഡുകളിലെല്ലാം നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശകലനം ചെയ്ത് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ആ ഒരു ഈ സെപ്പറേഷൻ ഫ്രം ബയോളജിക്കൽ സെക്സ് എന്ന് പറയുന്ന ഒരു കാര്യം അല്ലാതെ ജെൻഡർ ഐഡിയോളജിയിൽ ജനറൽ ആയിട്ട് വരുന്ന കാര്യങ്ങളുണ്ട്. ജെൻഡർ ഐഡിയോളജിയിൽ വേറെ പ്രധാനമായിട്ട് അവർ പറയുന്നത് ഒന്ന് ക്യൂർ തിയറി എന്ന് പറയും. ഇവരുടെ ക്യൂർ തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ജെൻഡർ ആണ് അല്ലെ പെണ്ണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ഇവർ പറയുന്നത് ഒരു സ്പെക്ട്രമാണ് അല്ലെ ഒരു ഫ്ലൂയിഡാണ് ഈ ജെൻഡർ ഐഡിയോളജി എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിയുടെ ജെൻഡർ എന്ന് പറയുന്നത് ആണും പെണ്ണും ആകണമെന്നില്ല, എപ്പോഴും വേണേലും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം. അതിനാണ് ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് പർട്ടിക്കുലർ ഒന്നോ രണ്ടോ കാര്യമാകണമെന്നില്ല, അതൊരു വലിയ സ്പെക്ട്രമാണ്. ഇന്യൂമറസ് എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള ഐഡൻറ്റിറ്റിയും നമുക്കാകാം, ആ സ്പെക്ട്രത്തിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാം. അതൊരിക്കലും പെർമനൻ്റ് ആയിരിക്കണമെന്നില്ല, അതുപോലെ തന്നെ അത് ഏതുമാകാം, അത് മാറിക്കൊണ്ടേയിരിക്കാം. അപ്പോൾ ഈ ഒരു ആശയം ഇവർ വളരെ വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ജെൻഡർ ഫ്ലൂയിഡിറ്റി, അതുപോലെ തന്നെ നമ്മൾ ബയോളജിക്കൽ സെക്സുമായിട്ടുള്ള സെപ്പറേഷൻ, അതുപോലെ ക്യൂർ തിയറി. ക്യൂർ എന്ന് പറഞ്ഞാൽ ജെൻഡർലെസ് നമുക്ക് പറയാം. നമ്മൾ ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഐ ആം ക്യൂർ, ഐ ആം ജെൻഡർലെസ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ജെൻഡറും ഇല്ല. അപ്പോൾ ഈ ഒരു ക്യൂർ തിയറി ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ജെൻഡർ ഐഡിയോളജി ഒരു വലിയൊരു അംബ്രല്ല ടേമാണ്, ഇതിനെയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു അംബ്രല്ല ടേമാണ്. അപ്പം അതുപോലെ തന്നെ പിന്നെ ട്രാൻസ്ജെൻഡർ ഐഡിയോളജി വരുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഈ ജെൻഡർ ഐഡിയോളജി വെറും ട്രാൻസ്ജെൻഡർ ഐഡിയോളജി എന്ന് നമ്മൾ കൺഫ്യൂസ് ആകാറുണ്ട്. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു കുഴപ്പം അതാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ തേർഡ് ജെൻഡർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. ആരൊക്കെയാണ് ഈ തേർഡ് ജെൻഡറിൽ വരുന്നത്? പലപ്പോഴും നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് അത് ട്രാൻസ്ജെൻഡറിനോടാണ്. അപ്പം
അത് ഒരു തെറ്റായ, അത് നമ്മുടെ ഈ പല ക്ലാസ്സുകളും കഴിയുമ്പോൾ അത് വളരെ ക്ലിയർ ആവും നമുക്ക്. അപ്പോൾ ട്രാൻസ്ജെൻഡർ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ഞാൻ ബയോളജിക്കലി ആണായി ജനിച്ച ഒരു വ്യക്തി, ആളിന് തോന്നുക ഞാൻ ആണല്ല, ഞാൻ പെണ്ണാണ് ആകേണ്ടത്, പക്ഷേ ഐ ആം ബോൺ ഇൻ എ റോങ് ബോഡി. സർ, അപ്പോൾ അത് റിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണോ അതോ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ തോന്നുന്ന ഒരു കാര്യമാണ്? അത് നമ്മൾ തുടർന്ന് പറയും. കാരണം എനിക്കിതെല്ലാം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്താൽ നമുക്ക് സമയത്തിൻ്റെ ലിമിറ്റേഷൻ ഉണ്ട്. അതിന് ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്ന ഒരു മനസ്സിൻ്റെ ഒരു സ്റ്റാറ്റസ് ഉണ്ട്. അതൊക്കെ നമ്മൾ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ഈ ട്രാൻസ്ജെൻഡറിസം ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം ഈ ജെൻഡർ ഡിസ്ഫോറിയ ആണ്. അതൊക്കെ നമ്മൾ പിന്നീട് നമുക്ക് കാണും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ട്രാൻസ്ജെൻഡർ ഐഡിയോളജി ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് അവർ പറയുന്നത് ഐ ആം ബോൺ ഇൻ എ റോങ് ബോഡി. അപ്പം ഞാൻ ആണാണ്, പക്ഷേ ഞാൻ പെണ്ണാകേണ്ടതായിരുന്നു. സോ ഞാൻ പെണ്ണായിട്ട് ട്രാൻസിഷൻ നടത്തണം, അല്ലെങ്കിൽ ആ രീതിയിൽ ജീവിക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ പിന്നീട് ഇതിൻ്റെ കോംപ്ലക്സിറ്റി ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്യൂർ തിയറി ആയി എന്ന് പറഞ്ഞാൽ അതിൽ ഫ്ലൂയിഡിറ്റി, സ്പെക്ട്രം ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഫ്ലൂയിഡിറ്റി ബേസിക്കലി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജ്, അതായത് നമുക്ക് ഇപ്പം നമ്മൾ പറയുന്നു ആണ് അല്ലെ പെണ്ണ്, അല്ലെ മൂന്നാമത് വേറൊരു ജെൻഡർ, അല്ലെ തേർഡ് ജെൻഡർ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. ഇതങ്ങനെയല്ല. ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്ന് പറഞ്ഞാൽ ജെൻഡർ ഒരിക്കലും പെർമനൻ്റ് ആകണമെന്നില്ല. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചില വ്യക്തികളെ ഈ ജെൻഡർ ഫ്ലൂയിഡിറ്റി ഉള്ളവർ പറയുന്നത് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പം ഞാൻ ആണാണെന്ന് തോന്നും. ബയോളജിക്കലി അവരാണായിരിക്കും, ഞാൻ ആണാണെന്ന് തോന്നും. ഉച്ചയാവുമ്പം അങ്ങനെയല്ല, ഞാൻ പെണ്ണാണെന്ന് തോന്നും. ഇപ്പോൾ ഫ്ലൂയിഡാണ്. അപ്പോൾ ചിലപ്പോൾ ഈ ആണും പെണ്ണും ഒന്നും ആയിരിക്കത്തില്ല, ജെൻഡർലെസ് ആയിട്ട് തോന്നും. ചിലപ്പോൾ അവരൊന്നും അല്ലെന്ന് തോന്നും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫ്ലൂയിഡിറ്റിയാണ് ജെൻഡർ എന്നുള്ള ഒരു ആശയമാണ് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നവർ പറയുന്നത്. സ്പെക്ട്രം എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ മൂന്നോ ഒന്നും അല്ല, നമ്പർലെസ്, ഇഷ്ടം പോലെ ഉണ്ട്. അതിൽ നിന്ന് എനിക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുക. ഇല്ല, എനിക്കിന്ന് എൻ്റെ മനസ്സിൽ തോന്നുകയാണ് ഞാൻ ഇതാണ് എൻ്റെ ഐഡൻറ്റിറ്റി, അതാണ് ആ സ്പെക്ട്രത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ മാറി. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണേൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഫേസ്ബുക്കൊക്കെ തുടക്കത്തിൽ അവർ മെയിൽ ഫീമെയിൽ നമ്മൾ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനുശേഷം ഇങ്ങനെ അന്ന് പ്രചാരത്തിലിരുന്ന 35 തുടങ്ങി 45 ജെൻഡർ ഐഡൻറ്റിറ്റീസ് വന്നു, പിന്നെ 55 വന്നു, 65 വന്നു. നിങ്ങൾ ഒരു പക്ഷേ ഇത് ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ അതിൻ്റെ ലിസ്റ്റൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ അതിനുശേഷം ഇങ്ങനെ ഒരുപാട് ആളുകൾ വ്യത്യസ്തമായിട്ടുള്ള ജെൻഡർ ഐഡൻറ്റിറ്റി പറഞ്ഞു. ഇവർക്കിതെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇതെല്ലാം അവർക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിനുശേഷമാണ് ഇപ്പം നിങ്ങൾ പുതുതായിട്ട് ഈ ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുകയാണ്, മെയിൽ ഫീമെയിൽ അതർ. ഈ അതറിനകത്ത് നിങ്ങൾക്ക് എന്ത് വേണേലും എഴുതാം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന എന്താണ്, ഇപ്പോൾ ABCD നിങ്ങളുടെ ജെൻഡർ ഐഡൻറ്റിറ്റിയാണ്, അല്ലെ കാക്കി കൂ നിങ്ങളുടെ ജെൻഡർ ഐഡൻറ്റിറ്റിയാണ്, അതാരും ചോദിക്കുകയില്ല. യു ഹാവ് എ സ്പെക്ട്രം, അതാണ് അവർ പറയുന്നത്. നിങ്ങൾക്ക് എന്ത് വേണേലും എഴുതാം, അതാണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടാണ് ഇതിനെക്കുറിച്ചുള്ള ഈ ഫ്ലൂയിഡിറ്റി അല്ലെ സ്പെക്ട്രം എന്നൊക്കെ പറയുമ്പോൾ. സർ, സെക്യുലർ കൾച്ചറിൽ ഇതിനൊരു ആധികാരികത വരുന്നത് എന്തുകൊണ്ടാണ്? കാരണം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അത് ലോക ആരോഗ്യ സംഘടന, ലോകത്തെ ഒരു പക്ഷേ ഇതിൻ്റെ ഒരു വേൾഡ് ആരോഗ്യത്തിൻ്റെ ഒരു വേൾഡ് പോലീസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അവർ ഈ ജെൻഡർ ഐഡിയോളജിയെ ഒരുപാട് പ്രൊമോട്ട് ചെയ്ത് അതിനെ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെ കുറിച്ച് പറയുന്നത്, അവർ ജെൻഡറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇത് ഒരു സോഷ്യൽ കൺസ്ട്രക്ഷനാണ്. ജെൻഡർ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ കൺസ്ട്രക്ഷനാണ്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു, അല്ലെ സമൂഹം ആ വ്യക്തിയെക്കുറിച്ച് എങ്ങനെ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ആ വ്യക്തി എങ്ങനെ അവരുടെ ജെൻഡർ എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെയൊക്കെ ആസ്പദമാക്കി ഇതൊരു സോഷ്യലി കൺസ്ട്രക്റ്റഡ് കോൺസെപ്റ്റാണ് ജെൻഡർ എന്ന് പറയുന്നത്. അവരും സമ്മതിക്കുന്നു അതൊരിക്കലും പെർമനൻ്റ് അല്ല, അത് എപ്പം വേണേലും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം. എന്നിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് നമ്മുടെ ബയോളജിക്കൽ സെക്സും ഈ ജെൻഡറും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്.
അതും തമ്മിൽ യാതൊരു ബന്ധമില്ല. അത് ഒരു പക്ഷേ ബയോളജിക്കൽ സെക്സ് എന്തും ആയിക്കൊള്ളാം. ബട്ട് ജെൻഡർ എന്ന് പറയുന്നത് നമ്മൾ ഇവരുടെ ഈ ഐഡിയോളജി പറയുന്ന അവരുടെ ആശയങ്ങൾ അതേപടി അവരും അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് ആധികാരികതയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. വൈഡ് ഇപ്പം ഒരു തെറ്റ് എല്ലാവരും അത് ശരി എന്ന് പറഞ്ഞാലും തെറ്റായിട്ട് തന്നെ ഇരിക്കും. അതൊരിക്കലും ശരിയാവുകയില്ല. പക്ഷേ എങ്കിൽ ഇന്ന് അതാണല്ലോ നമുക്കൊന്ന് പല രാജ്യങ്ങളിലും സെയിം സെക്സ് മാരേജ് എന്ന് പറയും. അല്ലെങ്കിൽ പിന്നെ പലതും ലീഗലൈസ്ഡ് ആണ്. ഇപ്പം അബോർഷൻ ലീഗലൈസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഒരു കുഞ്ഞിനെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് കൊല്ലുന്നത് തെറ്റല്ല എന്ന് അതിൻ്റെ ആ മോറൽ കൾപ്പബിലിറ്റി നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോഴേ ഓർഗനൈസേഷൻസും രാജ്യങ്ങളും സിവിൽ നിയമങ്ങളും അവരുടെ ഡെഫിനിഷൻസും ഒക്കെ വരും. പക്ഷെ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പരമ്പരകൾ നമുക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നത്. ഇത് ആക്ച്വലി വാട്ട് ഈസ് ദ ട്രൂത്ത് എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് ട്രൂത്ത്, ഒരു സത്യം ഒന്ന് മാത്രമേ ആകാൻ പറ്റൂ. ലോജിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഫിലോസോഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ പല സത്യങ്ങളുണ്ടെങ്കിൽ അത് സത്യമല്ല, അത് പാർഷ്യൽ ട്രൂത്താണ്. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് സത്യം എന്താണ് എന്ന് മനസ്സിലാവുമ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നത്. ജെൻഡർ ഐഡിയോളജിയിൽ നമുക്ക് ക്യൂർ തിയറി ഉണ്ട്, ട്രാൻസ്ജെൻഡർ ഐഡിയോളജി ഉണ്ട്. പിന്നെ വേറൊരു ഐഡിയോളജി ഇതിനകത്തിലുള്ളത് ഫെമിനിനിസത്തിൻ്റെ ജെൻഡർ തിയറി ഇതിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വേറൊരു എപ്പിസോഡിൽ അത് മാത്രമായിട്ട് ഞാൻ എടുക്കും. പക്ഷേ ഇപ്പം ഞാൻ ജനറലി പറയുകയാണെങ്കിൽ ഈ ഫെമിനിനിസം ഇപ്പം ഫസ്റ്റ് വേവ്, സെക്കൻഡ് വേവ്, തേർഡ് വേവ്, ഫോർത്ത് വേവ്, നമ്മളിപ്പോൾ ഫോർത്ത് വേവിൽ നിൽക്കുമ്പോൾ ഇവരുടെ ജെൻഡർ തിയറിയും ഈ ജെൻഡർ ഐഡിയോളജിയിൽ വരുന്നതാണ്. എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ആണും പെണ്ണും തമ്മിൽ യാതൊരു ഡിഫറൻസും ഇല്ല. മെയിൽ ആൻഡ് ഫീമെയിൽ, പുരുഷനും സ്ത്രീയും തമ്മിൽ യാതൊരു ലിംഗ വ്യത്യാസവുമില്ല. അപ്പം ഇതും ഒരു രീതിയിൽ പറഞ്ഞാൽ ഈ ജെൻഡർ ഐഡിയോളജിയുടെ ഒരു ഭാഗമായിട്ട് നമുക്ക് ബേസിക്കലി ഈ ഫെമിനിസം എന്ന് പറയുന്നത് ജെൻഡർ ഐഡിയോളജിനെ സപ്പോർട്ട് ചെയ്ത് ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് പോകുന്നത് പോലെയുണ്ട്. ജെൻഡർ ഐഡിയോളജിയുടെ നമ്മൾ ഇതിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കും. നമ്മൾ ചരിത്രത്തിൽ ഇത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, എന്തൊക്കെയാണ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്തതെന്നൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഫെമിനിസത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പം നമ്മൾ പിന്നീട് അത് പറയും. ഫെമിനിസം അത് അതിൻ്റെ ഫസ്റ്റ് വേവ് എന്ന് പറയുന്നത് നല്ല സ്പിരിറ്റിലായിരുന്നു. ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം റീസണ് വേണ്ടിയിട്ടായിരുന്നു. അതിനുശേഷം പിന്നീടുള്ള പല ഡെവലപ്മെൻറ്റുകൾ നമ്മൾ കാണുന്നു. സെക്ഷൽ റെവല്യൂഷൻ വന്നു, അതുപോലെ തന്നെ പോണോഗ്രഫി കൾച്ചർ വന്നു, കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് വളരെയധികം പോപ്പുലറായി 60s 70s. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാലഘട്ടത്തിന് അനുസരിച്ചിട്ട് ഈ ഫെമിനിനിസത്തിൻ്റെ വേവ്സും മാറിക്കൊണ്ടിരുന്നു. ഫസ്റ്റ് വേവ്, സെക്കൻഡ് വേവ്, തേർഡ് വേവ്. ഇപ്പം ഈ ഫോർത്ത് വേവിൽ ഇപ്പം അത് ഒറ്റയടിക്ക് അതിലെല്ലാം തെറ്റായിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഞാൻ പറയുന്നില്ല. അതിനൊത്തിരി നല്ലതുണ്ട്. പക്ഷേ അതിനെ പലപ്പോഴും നമ്മൾ തെറ്റായിട്ട് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുകയും അതിൻ്റെ ആ ശരിക്കുള്ള ആശയം ഉൾക്കൊള്ളാൻ പറ്റാതെ അത് സ്ത്രീത്വത്തിന് ഒരു സ്ത്രീത്വ വിമോചനം എന്നൊക്കെ പറയത്തില്ലേ, വുമൻ ലിബറേഷൻ. അപ്പം പുരുഷനാണ് മെയിൻ പ്രശ്നം. അപ്പം പുരുഷനെ അപ്പം നമ്മൾ ഇന്ന് വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു പേരല്ലേ ടോക്സിക് മാസ്കുലിനിറ്റി. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് നമ്മൾ എല്ലാം അടിച്ച് തകർത്ത് ഉടയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നുള്ള ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് ഫെമിനിസം അതിന്റെ റൈറ്റ് കോഴ്സിലാണ് നിൽക്കുന്നതെങ്കിൽ ഇപ്പോഴും അതിനൊരു എല്ലാത്തിനും അതിൻ്റെതായ ആ റൈറ്റ് പെർസ്പെക്റ്റീവിൽ കുറേ നന്മയുണ്ട്. പക്ഷെ പലപ്പോഴും ഇവർ ഇൻഫ്ലുവൻസ് ആകുന്ന തിയറീസ് ആണ് ഇവരെ വഴിതെറ്റിക്കുന്നത്. അതായത് നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഫെമിനിസത്തെ ഒരുപാട് മാർക്സിസം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, അസ്തിത്വവാദികളെ, സാർത്തറിൻ്റെ ഫിലോസഫി. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ലീഡർഷിപ്പിലിരുന്ന ആളുകളെ ഈ ഐഡിയോളജീസ് ആണ് ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തത്. ഒരുപക്ഷെ ഫോർത്ത് വേവില് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത് ജെൻഡർ ഐഡിയോളജി, അതായത് സ്ത്രീയും പുരുഷനും, അതായത് ഈ ഒരു ബൈനറി ആസ്പെക്റ്റ് അബോളിഷ് ചെയ്യണം. അതായത് സ്ത്രീ പുരുഷൻ. അപ്പോഴേ കാറൽ മാർക്സ് പറഞ്ഞു വെച്ചത് ഒരു ഈക്വലിറ്റേറിയൻ സൊസൈറ്റി ഉണ്ടാക്കണമെങ്കിൽ ഈ ആണും പെണ്ണുമുള്ള ഡിഫറൻസ്, കാരണം അവിടെയാണ് അടിമത്വവും മുതലാളിത്തവും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് ഫാമിലീസിലാണ്. അതുകൊണ്ട് അത് അബോളിഷ് ചെയ്യുക, ഈ മെയിൽ ഫീമെയിൽ ഡിഫറൻസ് അബോളിഷ് ചെയ്യുക.
അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞത് എല്ലാ ഐഡിയോളജിയും കാലാകാലങ്ങളിൽ ഈ ഫെമിനിസത്തിൻ്റെ പല വേവുകളെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, അത് കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു ഗോള് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അതിലൊത്തിരി നന്മയുള്ളത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ അല്ലെങ്കിൽ ഇതൊരു ഐഡിയോളജിയുടെ വേറൊരു രൂപമായിട്ട് നമ്മൾ മാറും. അങ്ങനെയാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഐഡിയോളജി, ജെൻഡർ ഐഡിയോളജി, ഇന്ന് ഞാൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ധാരാളം കോൺഫറൻസുകൾ ജെൻഡർ ഐഡിയോളജിയെക്കുറിച്ച് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ദൈവശാസ്ത്രത്തെക്കുറിച്ചൊക്കെ എടുക്കുമ്പോൾ വളരെയധികം നമ്മുടെ കുഞ്ഞുങ്ങൾ, ഇപ്പം നമ്മൾ ക്രിസ്ത്യാനികളെന്നല്ല, വളർന്നു വരുന്ന തലമുറ അതാരും ആയിക്കൊള്ളട്ടെ, അങ്ങേയറ്റം അവർ മിസ്ലീഡ് ചെയ്ത് ഇരിക്കുന്നതായ ഒരവസ്ഥയാണ് ഈ ജെൻഡർ ഐഡിയോളജിയെക്കുറിച്ച്. കാരണം ഒത്തിരി സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് നമുക്കറിയാമല്ലോ. ഇന്നിപ്പം നമ്മുടെ വളർന്നു വരുന്ന തലമുറ ഏറ്റവും അധികം അവർ സോഷ്യൽ മീഡിയയിൽ ഡിപ്പെൻഡൻ്റ് ആണ്. എല്ലാത്തിനും ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഇതിങ്ങനെ ഈ ഐഡിയോളജി സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പല രൂപത്തിൽ എല്ലാ സോഷ്യൽ മീഡിയയിലും ഇതിൻ്റെ പ്രചരണം വളരെ ശക്തമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങൾ വിചാരിക്കുന്ന, അല്ലെ യുവതലമുറ വിചാരിക്കുന്നത് അതാണ് സത്യമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ പലരും കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരുപാട് തെറ്റുകളിലേക്കും അവരുടെ ശരീരത്തെക്കുറിച്ചുള്ള മോശമായിട്ടുള്ള ചിന്തകളും ഒക്കെ ധാരാളം കടന്നുകൂടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കുടുംബങ്ങളെ തകർക്കുന്നത് ഒരു രീതി ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഡോക്ട്രിനേഷൻ കൊണ്ടാണ്, പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറ. രണ്ടാമത് ഞാൻ യുവജനങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് പിയർ പ്രഷർ. കാരണം ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലോ അല്ലെ നമ്മുടെ പൊതുവായിട്ടുള്ള ഇപ്പം മതബോധന ക്ലാസ്സുകളിലോ ഒന്നും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർക്കൊരു ക്ലാരിറ്റി കൊടുക്കുന്നില്ല. അപ്പോൾ അവർക്ക് കിട്ടുന്ന മെയിൻ റിസോഴ്സ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയും അത് മൂലം പിയർ ഗ്രൂപ്പിൽ കിട്ടിയിരിക്കുന്ന, ഇപ്പോൾ പിയർ ഗ്രൂപ്പ് പ്രഷർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം വളരെ ശക്തമാണ്. അവർ പറയുന്ന കാര്യങ്ങൾ അത് വളരെ ഒതൻറ്റിക് ആയിട്ടൊരു എൻസൈക്ലോപീഡിയ ഇൻഫർമേഷൻ ആയിട്ട് അവർ ഫസ്റ്റ് ഹാൻഡ് നോളജായിട്ട് എടുക്കും പലപ്പോഴും. പിന്നെ പ്രഷറും ഉണ്ട്. കാരണം അത് വിശ്വസിച്ചേ പറ്റുള്ളൂ, ഇല്ലേ ആ ഗ്രൂപ്പിൽ നിൽക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു പോകും, ഇല്ലേ? അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഈ പിയർ പ്രഷറിൽ ചിലർ പറയുമോ ഞാൻ ആണാ, പക്ഷേ ഞാൻ ആണല്ല, ഞാൻ പെണ്ണാകേണ്ടതാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് തെറ്റായിട്ടുള്ള ഇൻഫ്ലുവൻസും ഈ പിയർ പ്രഷർ കൊണ്ട് നടക്കുന്നുണ്ട്, ജെൻഡർ ഐഡിയോളജി അല്ലെ ട്രാൻസ്ജെൻഡർ ഐഡിയോളജി ഒക്കെ സംബന്ധമായിട്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയും പിയർ പ്രഷറും ഒക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഏറ്റവും അധികം ഇതിന് ഇരയാകുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വളർന്നുകൊണ്ടിരിക്കുന്ന ജനറേഷൻ. അവരെ നമ്മൾ ഗൈഡ് ചെയ്യാൻ നമുക്ക് ഇപ്പം മാതാപിതാക്കൾക്കോ അധ്യാപകർക്കോ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ട് അവർ നമ്മുടെ അടുത്തേക്ക് സംശയം ചോദിച്ചുകൊണ്ട് വരികയില്ല. അവർ പോകുന്നത് ഒന്നുകിൽ സോഷ്യൽ മീഡിയയിലേക്കും പിയർ ഗ്രൂപ്പിലേക്കുമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവനും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വരെ ഇതാണ് ശരി എന്ന് പറഞ്ഞ് വെച്ചിരിക്കുക. അതുപോലെ തന്നെ കിൻഡർ ഗാർഡൻ മുതൽ പല രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും ഇതൊരു സിലബസ് ആക്കിയിരിക്കുക സെക്സ് എഡ്യൂക്കേഷൻ്റെ പേരിൽ. ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ സപ്പോർട്ടോടുകൂടി തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമ്മളത് എക്സ്പോസ് ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വളർന്നു വരുന്ന തലമുറയെ നശിപ്പിക്കാനായിട്ട് നമ്മുടെ ശത്രു കണ്ടുപിടിച്ച ഏറ്റവും ശക്തമായിട്ടുള്ള ഒരായുധമാണ് ഈ ജനറേഷൻ അഗൻസ്റ്റ് ആയിട്ട്. ഞാൻ പറയുന്നു മനുഷ്യകുലത്തിനെതിരായിട്ട് തന്നെ നമ്മുടെ ശത്രു കൊണ്ടുവന്നിരിക്കുന്ന, നമ്മുടെ ശത്രു എന്ന് പറയുന്നത് വേറൊരു വ്യക്തിയോ രാജ്യമോ ഇത് പ്രചരിപ്പിക്കുന്നവരോ അല്ല, നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ശത്രുവായ സാത്താൻ. അവൻ കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ആയുധമാണിത്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ മാതാപിതാക്കളോടും യുവജനങ്ങളോടും പറയാനുള്ളത്, സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇതിൻ്റെയൊക്കെ പിന്നാലെ പോയി നമ്മൾ തകരുകയും നമ്മുടെ കുടുംബം തകരുകയും ഒരുപാട് കുടുംബങ്ങൾ തകർന്നിട്ടുള്ള ഷെയറിംഗ് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പലരിൽ നിന്നും. അപ്പോൾ അതിനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കാതെ നമ്മൾ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് സത്യം മനസ്സിലാക്കി, അതുപോലെ തന്നെ നമുക്ക് കത്തോലിക്കാ സഭ ആധികാരികതയിൽ നിന്നുകൊണ്ട് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട്
വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ തന്നിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്കതിനെക്കുറിച്ച് വ്യക്തമായി അറിയുകയില്ലായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ നമ്മളിത് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് യുവജനങ്ങൾ അതിന് ശേഷം പറഞ്ഞിട്ടുണ്ട്, ഇപ്പം എനിക്ക് വളരെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. സമയത്തിൻ്റെ പരിമിതി മൂലം എനിക്ക് ഇവിടെ നിർത്തേണ്ടതായിട്ടുണ്ട്. അതെ അതെ അപ്പം ആതിര അത് കൺക്ലൂഡ് ചെയ്തു. ഒരു പ്രയറോട് ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. സർ ഒരു ചെറിയ ആകട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഓഡിയൻസും ഞങ്ങളോടുകൂടെ ജോയിൻ ചെയ്യുക. ലോകത്തിൽ ഈ ജെൻഡർ ഐഡിയോളജിയുടെ ഇരകളായിട്ടുള്ള ധാരാളം കുട്ടികളുണ്ട്, യുവജനങ്ങളുണ്ട്, അഡൾട്ട്സ് ഉണ്ട്, ധാരാളം ആളുകളുണ്ട്. അവരെയെല്ലാം നമ്മുടെ സ്നേഹവലയത്തിൽ നമ്മൾ ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവായ ദൈവമേ, സത്യം അങ്ങാണ് ഞങ്ങൾക്ക് തരുന്നത്. സത്യം തന്നെയായ ഈശോയെ, അങ്ങ് ഞങ്ങളെ സത്യം കൊണ്ട് നിറയ്ക്കണമേ. ഈ ലോകത്ത് പ്രത്യേകിച്ച് ഈ ചിന്തകൾ മൂലം ഇതിൻ്റെ ഇരകളായും അല്ലാതെയും ഒക്കെ വിഷമിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തകർന്ന ജീവിതങ്ങളെ, കുടുംബങ്ങളെ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ എപ്പിസോഡിലൂടെ അവരുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ പ്രകാശം അങ്ങ് പകർന്നു കൊടുക്കുവാൻ ഇടയാക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എനിക്കറിയാം ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ ഈ കാണുന്ന എല്ലാവരുടെയും മനസ്സിൽ ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ ബാബു സാർ നമ്മോടൊപ്പം ഉണ്ടാകും. തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ചുറ്റിനും നടക്കുന്ന, നമ്മളെല്ലാവരും ഏറെക്കുറെ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെയാണ്. ആ കാര്യങ്ങൾ വെച്ച് നമുക്ക് ജെൻഡർ ഐഡിയോളജീനെ മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. സോ എല്ലാവരും അടുത്ത എപ്പിസോഡിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. പ്രാർത്ഥനയോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. അതോടൊപ്പം ഒരു കാര്യം കൂടി, നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഞങ്ങളെ എഴുതി അറിയിക്കേണ്ട ഇമെയിൽ അഡ്രസ് info@tobforlife.org.